ഇന്നലെ മുതൽ കേരള ബാങ്ക് പ്രൊമോഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഡെമോ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു. ഇന്നലെ ബാങ്കിങ്ങിന്റെ ഒരു ഡെമോ ക്ലാസ് ആണ് എടുത്തത്. ഇന്നലത്തെ ക്ലാസ്സിൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന നിലയിലാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് എക്സാമിന് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്, അതിന്റെ ഒരു ആൻസറിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചുരുക്കിയൊരു വിശദീകരണമാണ് ഇന്നലത്തെ ക്ലാസ്സിൽ രവീന്ദ്രനാഥൻ സാറ് പങ്കുവച്ചത്. നമ്മുടെ കോച്ചിങ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ആയിരിക്കും എല്ലാ ക്ലാസ്സുകളും എടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെടുത്തിയെടുക്കും. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളുടെയും ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ടാകും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ക്ലാസ്സും ഉൾപ്പെടുത്തും. അങ്ങനെയാണ് നമ്മുടെ കോച്ചിങ് രീതി. ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ ടെസ്റ്റുകളുടെയും, എല്ലാ തസ്തികയിലേക്കുള്ള ടെസ്റ്റുകളുടെയും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ്. എല്ലാ ബാങ്കിങ് പോലെ തന്നെ എല്ലാ തസ്തികയിലേക്കുമുള്ള പ്രൊമോഷൻ ടെസ്റ്റിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എടുക്കുന്നത് സഹകരണ വകുപ്പിൽ നിന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർ തസ്തികയിൽ വിരമിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണപിള്ള സാറാണ്. അദ്ദേഹം സഹകരണ മേഖലയിൽ ഔദ്യോഗിക ജീവിതത്തിന് പുറമെ നിരവധിയായ ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുകയും അദ്ദേഹം പരിശീലിപ്പിച്ച അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത നിരവധിയായ ആളുകൾ ഇപ്പോൾ കേരള ബാങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ വകുപ്പിലും ഒക്കെ നിരവധിയായ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. കോർപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും ഏറ്റവും നന്നായി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മത്സര പരീക്ഷാ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ സഹകരണ വാരാഘോഷങ്ങൾ പോലുള്ള പരിപാടികളിൽ സഹകരണ മേഖലയെ സംബന്ധിച്ച നിരവധിയായ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണപിള്ള സാറ്. ആ സാറിന്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കേരള ബാങ്കിലെ പ്രൊമോഷൻ ടെസ്റ്റിന് ആവശ്യമായ ഈ കോപ്പറേറ്റീവ് ലോ സംബന്ധിച്ച ക്ലാസ്സുകളാണ് സാറ് കൈകാര്യം ചെയ്യുന്നത്. ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചുകൊണ്ടാണ്. ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് പഠിച്ചതെങ്കിൽ ഇന്ന് ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സാറ് ഒരു പൊതുവായ മേഖലയായിരിക്കും നിങ്ങൾക്ക് എടുക്കുക. പ്രധാനമായും ബാങ്കിലെ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഔദ്യോഗിക ജീവിതത്തിൽ കൂടി ഉപകാരപ്രദമാകുന്ന ഒരു ടോപ്പിക്കിലേക്ക് സാർ എടുക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസിൽ തന്നെയുള്ള ഭാഗമാണ് സാറിന് എടുക്കുന്നത്. അപ്പോൾ സാറാണ് നമ്മുടെ ക്ലാസ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കോച്ചിങ് ക്ലാസ് നടത്തുന്നത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടിയാണ്. ഈ ഡെമോ ക്ലാസ് മാത്രമാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി നടത്തുന്നത്. നമ്മുടെ കോച്ചിങ് ക്ലാസ്സിൽ നാം ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ പഠിപ്പിക്കുന്ന ടോപ്പിക്കിന്റെ നോട്ട്സ്, അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം അടക്കമാണ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ അതാത് തസ്തികയിലേക്ക് നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഗ്രൂപ്പിൽ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണെന്ന് കൂടി അറിയിക്കുകയാണ്. സാറ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചൊരു കാര്യം എല്ലാവരും ദയവായി ശ്രദ്ധിക്കണം. മൈക്ക് ഓൺ ചെയ്യാനുള്ള അനുമതിയോടുകൂടിയാണ് ഈ ഗൂഗിൾ മീറ്റ് ക്ലാസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മൈക്ക് ഓൺ ചെയ്യാം. ആ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ആവശ്യമായ കാര്യത്തിന് വേണ്ടി മാത്രമേ മൈക്ക് ഓൺ ചെയ്യാവൂന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഗുഡ് ഈവനിങ്. നമ്മള് ഗുഡ് ഈവനിങ്. നമ്മള് ഗുഡ് ഈവനിങ്. നമ്മളിന്ന്
ഈ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഈ എക്സാമിനൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് മൈന്യൂട്ട് ക്വസ്റ്റ്യൻസ് പോലും ചോദിക്കുന്ന ഒരു രീതിയാണുള്ളത്. നമുക്ക് മുൻകൂട്ടി ഇന്നതൊക്കെ ചോദിക്കും, ഇന്നതൊക്കെ ചോദിക്കത്തില്ല എന്നൊന്നും പറയാനൊക്കത്തില്ല. പിന്നെ കോപ്പറേറ്റീവ് ലോയുടെ ആക്റ്റും റൂളും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ആക്റ്റിനും റൂൾസിനും അനുബന്ധമായ ചില സ്കീമുകളും ഇറക്കിയിട്ടുണ്ട്. ആ സ്കീമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ കോപ്പറേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ആക്റ്റും അതുപോലെ റൂളുമായി ബന്ധപ്പെട്ടതും ചില കേസുകളിൽ റൂളില്ലാതെ സ്കീമുണ്ട്, ആ സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ ഈ മേഖലയെപ്പറ്റി കുറച്ചൊക്കെ ഐഡിയ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ചങ്ങ് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ചില കാര്യങ്ങളൊന്ന് കേട്ടതെങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓർമ്മ വെച്ചൊക്കെ കുറച്ച് എക്സാം എഴുതാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടി വരും, കാണാതെ പഠിക്കണം അങ്ങനെയൊന്നും വേണ്ടി വരുന്നില്ല. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊരു ശ്രദ്ധ കൊടുക്കുക, ഒരു ചെവിത്തഴമ്പ് വെച്ച് നമുക്ക് പരീക്ഷാകാളിൽ ചെന്നിരിക്കുമ്പോൾ എഴുതാൻ പറ്റും. കാരണം ഇത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയല്ല, ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആയതുകൊണ്ട് അങ്ങനെ കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യം വരാത്തത് കൊണ്ട് നെഗറ്റീവ് മാർക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചെറിയൊരു ഐഡിയ വെച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റും. അതിന് കാര്യങ്ങളൊന്ന് ഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് 110 സെക്ഷനും 201 റൂളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ 110 സെക്ഷനും കാണാതെ പഠിച്ച് 201 റൂളും അങ്ങനെ കാണാതെ പഠിക്കുക എന്നൊന്നും നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ആവശ്യകത വരുന്നില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ കേട്ട് ഒരുവിധം ഓർമ്മ വന്നാൽ മാത്രമേ നമുക്ക് എഴുതാനൊക്കത്തുള്ളൂ. അപ്പോൾ 110 സെക്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം എണ്ണി വരുമ്പോൾ 150 സെക്ഷനോളം ഉണ്ട്. കാരണം ചില സെക്ഷനൊക്കെ 57A, 57B, 57C അങ്ങനെ വരുന്നത് കൊണ്ട് എണ്ണി വരുമ്പോൾ 150 എണ്ണോളം വരും. റൂള് 201 എന്നാ കണക്കെങ്കിലും പലതിൻ്റെയും എയും ബിയും എല്ലാം കൂടി ചേർക്കുമ്പോഴത്തേക്കും അതും ഏതാണ്ട് 250 എണ്ണോളം വരും. അപ്പം ഈ പരീക്ഷയ്ക്ക് ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുവരുന്നത് ഈ ആക്റ്റിൻ്റെ ഹെഡിങ് വെച്ച് ആ സെക്ഷൻ എന്താണെന്ന് ചോദിക്കുന്ന രീതിയല്ല, സെക്ഷനകത്തുള്ള കാര്യങ്ങളാണ് കൂടുതലും പഠിക്കുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സെക്ഷൻ 6 ആണ്. അപ്പോൾ ചോദിക്കുന്നത് സെക്ഷൻ 6 ഡീൽസ് ഡാഷ് എന്നൊരു ചോദ്യമല്ല, മറിച്ച് സെക്ഷൻ 6-നകത്തിലുള്ള പോയിന്റുകളാണ് ചോദ്യങ്ങളായിട്ട് വരുന്നതെന്നുള്ളത് കൊണ്ട് നമ്മളെ ആധികാരികമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ തന്നെ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന, പ്രാക്ടിക്കലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അത് കുറച്ച് തിയററ്റിക്കലായിട്ട് കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുമ്പോൾ എഴുതാൻ പറ്റും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ചെറിയ ഭാഗമാണ്. ആ ചെറിയ ഭാഗം അത് എടുക്കാനുള്ള കാരണം തന്നെ നമ്മുടെ ആക്റ്റിനകത്ത് കിടക്കുന്ന കാര്യങ്ങളല്ലാതെ കുറച്ചേറെ കാര്യങ്ങൾ നമുക്കതിനകത്ത് ഇന്ന് പഠിക്കാനുണ്ട്. അത് എക്സാമിന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ബോധ്യപ്പെടുത്താനാണ് ആ ഭാഗം എടുത്തത്. നമുക്കറിയാം കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. നമ്മൾ ആ റിസ്ക് ഫണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 57D ആണ്. സെക്ഷൻ 57D ആണ് ഈ റിസ്ക് ഫണ്ട് എന്ന് പറയുന്ന സെക്ഷൻ്റെ ഹെഡിങ്. അപ്പം 57D എടുത്ത് നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വേണ്ടത്ര കിട്ടത്തില്ല. സാധാരണഗതിയിൽ സെക്ഷനിൽ നിന്നും കിട്ടാതെ വന്നാൽ നമ്മൾ നോക്കുന്ന റൂളിലേക്കാണ്. കാരണം ഏതെങ്കിലും ഒരു ആക്റ്റിൽ സെക്ഷൻ വായിക്കുമ്പോൾ വേണ്ടത്ര വിവരം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ വിവരം ലഭിക്കാൻ വേണ്ടി നമ്മൾ റൂളാണ് നോക്കുന്നത്. കാരണം റൂളാണ് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു പഠനം. അപ്പം ആക്റ്റിലെ സെക്ഷൻ നോക്കിയപ്പോൾ മനസ്സിലാകാത്ത ഏതെങ്കിലും കാര്യങ്ങൾക്ക് റൂള് നോക്കുമ്പോൾ റൂളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കാണും. എന്നാൽ ചില കേസിൽ ആക്റ്റിലെ ചില സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര വിവരം ലഭിക്കാതിരുന്നാൽ റൂളിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചാൽ അതിന് റൂള് പോലും കാണത്തില്ല. അപ്പം ഒരു സെക്ഷൻ എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു, അതിൻ്റെ വിവരങ്ങൾ അറിയാമെന്ന് വിചാരിച്ചു
ആ സെക്ഷൻ നോക്കി ഏതാണ്ട് അവ്യക്തമായ കുറച്ച് കാര്യങ്ങൾ കിട്ടി. അപ്പം നമ്മൾ നേരത്തെ നമുക്കറിയാം ആക്റ്റിലെ ഒരു സ്കെൽറ്റനാണ്, അസ്ഥിപഞ്ജരം മാത്രമാണ് ആക്ട്, റൂളാണ് അതിൻ്റെ ബോഡി. അപ്പോൾ അതിനനുബന്ധമായ റൂളുണ്ടോ എന്ന് നോക്കിയപ്പോൾ റൂള് കാണാനില്ല. അപ്പം പിന്നെ എങ്ങനെ? അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആക്റ്റിലോ ഉള്ള കാര്യങ്ങൾ റൂളിൽ നോക്കിയാൽ കിട്ടാതെ വരുമ്പോൾ അത് സ്കീമായിരിക്കും. അപ്പോൾ സ്കീമും സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആക്ട് നിയമസഭ പാസ്സാക്കുന്നു, റൂള് ഗവൺമെൻറ് ഉണ്ടാക്കുന്നു, സ്കീമും ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. അപ്പോൾ ചില സെക്ഷനൊക്കെ സ്കീമാണുള്ളത്. അത് നമ്മുടെ ആക്റ്റിലോ റൂളിലോ പുസ്തകം എടുത്ത് നോക്കിയാൽ കാണത്തില്ല. അത് അഡീഷണലായിട്ട് ഗവൺമെൻറ് ഗസറ്റിൽ കൊടുത്ത് നോട്ടിഫൈ ചെയ്താണ് സ്കീം മുന്നോട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്താമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ അതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് എടുക്കുന്നത്. 57D ആണ്. 57D എന്ന് പറയുന്നത് റിസ്ക് ഫണ്ട് സ്കീം എന്നാണ്. അപ്പം 57Dക്കകത്തിൽ എന്ത് പറയുന്നു? അത് നോക്കിയാൽ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കാൾഡ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട്. ഗവൺമെൻറ് ഒരു സ്കീം തയ്യാറാക്കുന്നു, എന്നിട്ടത് ഗസറ്റിൽ പരസ്യം ചെയ്യുന്നു, എന്നിട്ട് ആ സ്കീം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ റിസ്ക് ഫണ്ടിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ്റിന് ഒരു സ്കീം ഉണ്ടാക്കണം, ആ സ്കീം അനുസരിച്ച് റിസ്ക് ഫണ്ട് പദ്ധതി നടപ്പിലാക്കണം. അതിനുവേണ്ടി 2008 ഗവൺമെൻറ് ഒരു സ്കീം ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതാണ് റിസ്ക് ഫണ്ട് സ്കീം. അതിലെ വിവരങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആക്ട് ചോദിക്കുന്നത് 57D എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം റിസ്ക് ഫണ്ട് എന്ന് എഴുതാം. അപ്പോൾ റിസ്ക് ഫണ്ട് എന്നാ നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ 2008 മുതലാണെന്നറിയാം. എങ്ങനെ? ഗവൺമെൻറ് ഫ്രെയിം എ സ്കീം, അല്ലാതെ ആക്റ്റിൽ സെക്ഷൻ കൂട്ടിച്ചേർത്തോടുകൂടി അത് നിലവിൽ വരത്തില്ല. ഗവൺമെൻറ് സ്കീം ഉണ്ടാക്കിയാൽ മാത്രമേ നിലവിൽ വരൂ എന്നുള്ളത് കൊണ്ട് 2008 ആ പദ്ധതി വന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ റിസ്ക് ഫണ്ട് സ്കീം, ആ ഫണ്ട് ആരാണ് ഈ പദ്ധതി പ്രകാരം കൊടുക്കുന്നത്? അപ്പോൾ ഒരു ചോദ്യം വരും, അതിൻ്റെ ആൻസർ വരുന്നത് റിസ്ക് ഫണ്ടിൻ്റെ ബോർഡ്, മറ്റേതെങ്കിലുമൊക്കെ ബോർഡുകളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. കാരണം റിസ്ക് ഫണ്ടിൻ്റെ കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ് ഉണ്ടാക്കിയ സ്കീം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനായിട്ടൊരു ബോർഡില്ല, റിസ്ക് ഫണ്ടിനൊരു ബോർഡില്ല. ഈ അപേക്ഷ സ്വീകരിക്കാനും അതും പ്രകാരം പൈസ വേണ്ടവർക്ക് കൊടുക്കാനും ആ പൈസ കൊടുക്കാൻ തീരുമാനമെടുക്കാനും റിസ്ക് ഫണ്ടിൻ്റേതായൊരു ബോർഡില്ല. എന്നുവെച്ചാൽ 57D അനുസരിച്ച് ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം, ദർ ഇസ് നോ റിസ്ക് ഫണ്ട് ബോർഡ്. എന്നാൽ നമുക്ക് കാണാം 57 എന്ന് പറയുന്ന സെക്ഷനകത്തിൽ A എന്ന് പറഞ്ഞൊരു സബ് സെക്ഷൻ ഉണ്ട്. അത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്നാണ്. സഹകരണ സംഘങ്ങളുടെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി. കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് ഉണ്ട്, അത് സെക്ഷൻ 80യുമായി ബന്ധപ്പെട്ടാണ്. 57A കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അതനുസരിച്ച് ഗവൺമെൻറ് സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട് 57Aക്ക്. 57B എന്ന് പറഞ്ഞ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതും സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്, അതുകൊണ്ട് അതിനൊന്നും റൂളില്ല. 57C അനുസരിച്ച് കൺസോർഷ്യൽ ലെൻഡിങ് സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടാക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അതിനൊന്നും റൂളില്ല. 57D ആണ് നമ്മളിപ്പോൾ പറയുന്നത്. പുതിയ നിയമം അനുസരിച്ച് 57E എന്ന് പറഞ്ഞ് ഒരു സ്കീം ഉണ്ടാക്കാൻ ഗവൺമെൻറ് അധികാരം കൊടുത്തിട്ടുണ്ട്. അതാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അതും സ്കീം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ 57Aയും Bയും Cയും Dയും Eയും ഇത് മൂന്നും സ്കീം പ്രകാരം നടപ്പിലാക്കാനുള്ളതായിരുന്നത് കൊണ്ട് സെക്ഷൻ മാത്രമേ ഉള്ളൂ, ഇതിനൊന്നും റൂളില്ല. നമ്മുടെ ചോദ്യം അതല്ല. റിസ്ക് ഫണ്ട് കൈകാര്യം ചെയ്യാനൊരു ബോർഡ് വേണം, പക്ഷേ സ്വന്തമായിട്ടൊരു ബോർഡില്ല.
അപ്പോൾ പിന്നെ ആർക്കാണ് ഇതിന് അവകാശം? കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം പ്രകാരം ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് 57A അനുസരിച്ച്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സഹകരണ സംഘങ്ങളുടെ ക്ഷേമവും സഹകരണ സംഘത്തിൻ്റെ വികസനവുമായിരുന്നു. അതിനുവേണ്ടി ഒരു സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്, അതും പ്രകാരം ബോർഡും ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനൊരു ഫണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ തന്നെയാണ് ഈ റിസ്ക് ഫണ്ടിൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റിസ്ക് ഫണ്ട് സ്കീം വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഷാൽ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടാണ്, ബോർഡാണ്. അപ്പോൾ 57A അനുസരിച്ച് രൂപീകരിച്ച ആ ഫണ്ടും അത് കൈകാര്യം ചെയ്യുന്ന ബോർഡ് തന്നെയാണ് റിസ്ക് ഫണ്ടും കൈകാര്യം ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സംഘങ്ങളിൽ നിന്ന് പണം സമാഹരിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ, അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘത്തിന് കൂടുതൽ വികസിപ്പിക്കണമെങ്കിൽ അവർക്ക് ലോണായിട്ടും ഗ്രാൻഡായിട്ടും കൊടുക്കാൻ ഉണ്ടാക്കിയൊരു ഫണ്ടാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. അത് നിലവിലുള്ള സംഘം അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും അസറ്റോ പ്രോപ്പർട്ടിയോ സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, ആ ലോസ് ഉണ്ടാകുന്നു, ലോസ് ഇൻ ദ അസറ്റ് ഓർ പ്രോപ്പർട്ടി ഓഫ് ദ സൊസൈറ്റി ഡെസ്പൈറ്റ് പ്രിക്കോഷൻ ടു ബി ടേക്കൺ ബൈ ദ സൊസൈറ്റി. സൊസൈറ്റി ശ്രദ്ധ കൊടുത്തനൊക്കെ പോലും സംഘത്തിൻ്റെ സാമ്പത്തിക തകർച്ച ഉണ്ടായിപ്പോയി. അങ്ങനെയുള്ള സംഘത്തിനെ സംരക്ഷിക്കാനും, അല്ലാതെ പണാവണം നടത്തിക്കൊണ്ട് പോയതല്ല. ചിലപ്പം വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഉണ്ടായി സംഘത്തിൻ്റെതായ ആസ്തി നഷ്ടപ്പെട്ടു പോയാൽ, അങ്ങനെ അവർക്ക് ഗ്രാൻഡായിട്ടും ലോണായിട്ടും, അപ്പോൾ റിസ്ക് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന ഗ്രാൻഡും ലോണും കൂടിയാണ്, അല്ല റിസ്ക് അല്ല, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് അത് ഉപയോഗിക്കുക. അതിന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത്, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ബോർഡുണ്ട്. നമ്മുടെ സഹകരണ മന്ത്രിയാണ് എൻ്റെ ചെയർമാൻ. സഹകരണ മന്ത്രി ചെയർമാനായ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ് തന്നെയാണ് റിസ്ക് ഫണ്ടും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിൻ്റെ ജോലിയും ചോദിച്ചാൽ പ്രൊവൈഡ് ഗ്രാൻഡ് ആൻഡ് ലോൺസ് ടു സൊസൈറ്റീസ് ഫോർ സേഫ് പ്രൊട്ടക്റ്റിംഗ് ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് ദാറ്റ് സൊസൈറ്റി. സെക്കൻഡ് വൺ ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്ലിമെൻറ്റ് റിസ്ക് ഫണ്ട് സ്കീം. അതുകൊണ്ടാണ് നമുക്ക് റിസ്ക് ഫണ്ടിനൊരു ബോർഡ് ഇല്ലാതെ വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു വന്നത് റിസ്ക് ഫണ്ട് പഠിക്കേണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടും കൂടെ പഠിക്കേണ്ടി വന്നു. അത് 57A ആണ്. അവരുടെ കയ്യിലാണിത്. അതിൻ്റെ ഒരു ബോർഡുണ്ട്, അത് സ്കീമുണ്ട്, അത് തയ്യാറാക്കിയതും ഗവൺമെൻറ്റാണ്. അത് ഗസറ്റിൽ പരസ്യം കൊടുത്താണ് ഉണ്ടാക്കിയത്. ആ ബോർഡിൻ്റെ ചെയർമാൻ സഹകരണ മന്ത്രിയാണ്. ആ ബോർഡാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിൽ നിന്ന് ഏതൊക്കെ സംഘത്തിന് പണം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ ബോർഡ് തന്നെയാണ് റിസ്ക് ഫണ്ട് കൊടുക്കണോ, ആർക്ക് കൊടുക്കണം, ഏത് അപേക്ഷ പ്രകാരം കൊടുക്കണം, അത് ന്യായമായ അപേക്ഷയാണോ എന്ന് പരിശോധിച്ച് റിസ്ക് ഫണ്ടും കൊടുക്കുന്നത് ഈ ബോർഡ് തന്നെയാണ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഭാഗം, ഈ 57D എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ഈ ലോണീസിൻ്റെ പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ലോണി, ആ ലോണിയുടെ താല്പര്യം സംരക്ഷിക്കുകയാണ്. അപ്പോൾ വെൻ ഹി ഡൈ, മരണപ്പെട്ടു പോയാൽ അയാളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് റിസ്ക് ഫണ്ട് സ്കീം നടപ്പിലാക്കിയത്. റിസ്ക് ഫണ്ട് സ്കീം 2008-2009 എന്നറിയപ്പെടുന്നത്. ആ പദ്ധതി റിസ്ക് ഫണ്ടിനെ പറ്റി നമ്മളെ നിയമത്തിൽ പറയുന്നത് ഇങ്ങനെ ലോണിയുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഡിപ്പോസിറ്റുകാരനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. സഹകരണ സംഘത്തിന് സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ അവർക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട്. അങ്ങനെ വ്യത്യസ്തമായി
മൊത്തത്തിൽ സഹകരണ സംഘങ്ങളെയോ സഹകരണ സംഘത്തിലെ നിക്ഷേപകർക്കോ സഹകരണ സംഘത്തിൻ്റെ ലോണിക്കോ ഒക്കെ സഹായിക്കാൻ വേണ്ടിയാണ് വ്യത്യസ്തമായ പദ്ധതി ഉണ്ടാക്കിയെങ്കിൽ റിസ്ക് ഫണ്ട് ഹെൽപ്പ് ദ ലോണി അത് അയാൾ മരണപ്പെടുമ്പോൾ നമ്മുടെ നിയമത്തിൽ അതാ ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് നിയമത്തിൽ കിടക്കുന്നത് ആൾ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ഡീൽസ് ക്രെഡിറ്റ് കൈകാര്യം ചെയ്യുന്ന എല്ലാ സംഘങ്ങളും റിസ്ക് ഫണ്ടിൽ ചേരണം. എനി സൊസൈറ്റി ഫെയിൽ ടു എൻറോൾ റിസ്ക് ഫണ്ട് സ്കീം, ഏതെങ്കിലും ഒരു സൊസൈറ്റി റിസ്ക് ഫണ്ടിൽ ചേരാൻ പരാജയപ്പെട്ടാൽ രജിസ്ട്രാർ ഓർഡർ ടു പ്രൊഹിബിറ്റ് ടു ഇഷ്യൂ ലോൺസ്, ലോൺ കൊടുക്കാനുള്ള അവർ അവകാശം, റൈറ്റ് ടു ഇഷ്യൂ ലോൺസ്, അതിനുള്ള അവകാശം രജിസ്ട്രാർ തടയും. അപ്പോൾ രജിസ്ട്രാർ ഹാസ് ദ പവർ ടു പ്രൊഹിബിറ്റ് ദ സൊസൈറ്റി ടു ഇഷ്യൂ ലോൺസ്. ഏത് സംഘങ്ങളെ? ദ സൊസൈറ്റി ഫെയിൽസ് ടു എൻറോൾ ദ റിസ്ക് ഫണ്ട് സ്കീം. അപ്പം നമുക്ക് പഠിക്കേണ്ടത് ഹു ഈസ് ദ അതോറിറ്റി ടു പ്രൊഹിബിറ്റ് സൊസൈറ്റി ടു ഇഷ്യൂ ലോൺ വെൻ ദ സൊസൈറ്റി ഫെയിൽസ് ടു എൻറോൾ ദ റിസ്ക് ഫണ്ട് എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്, രജിസ്ട്രാർ, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ബോർഡ് എന്നൊക്കെ വരാം. അല്ലെങ്കിൽ പല കാര്യങ്ങൾ വന്നാൽ നമുക്ക് ആൻസർ രജിസ്ട്രാറാണ്. മാത്രമല്ല ഇഫ് ദ സൊസൈറ്റി ഇഷ്യൂ ലോൺസ് കൊടുക്കുകയാണ്, അപ്പോൾ വെൻ ദ ഓർഡർ ഈസ് എക്സിസ്റ്റ്, ഓർഡർ നിൽക്കുമ്പോൾ തന്നെ ദ സൊസൈറ്റി ഇഷ്യൂ ലോൺസ്, ദ സൊസൈറ്റി ഷാൽ ബി പീനലൈസ്ഡ് ₹5,000. അങ്ങനെ ചെയ്യുന്ന സംഘത്തിന് 5,000 രൂപ പിഴ ഈടാക്കും. അതിനുള്ള അവകാശവും രജിസ്ട്രാർക്കുണ്ട്. കാരണം ലോൺ അങ്ങനെ റിസ്ക് ഫണ്ട് സ്കീമിൻ്റെ ആയാലും ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ആയാലും അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് വീണ്ടും തുടർന്നാലാണ്. കാരണം 2008 റിസ്ക് ഫണ്ട് വന്നതെങ്കിലും പല സംഘങ്ങളും റിസ്ക് ഫണ്ടിൽ ചേർന്നില്ല. ചേരാത്ത സംഘങ്ങളുടെ മേൽ ഒരു നടപടി സ്വീകരിക്കാനും നമ്മുടെ നിയമത്തിലില്ല. അഥവാ നടപടി സ്വീകരിച്ചാൽ ഒരു കോടതി പോയാൽ അത് തള്ളിപ്പോകും. കാരണം നിയമത്തിലില്ല. അതിന് 2013 അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 2013 അമെൻമെൻ്റ് ആണ്. ഏതെങ്കിലും സംഘം 13 അമെൻമെൻറ്റിന് ശേഷം 6 മാസത്തിനകം, സമയം കഴിഞ്ഞ് അന്നത്തെ 6 മാസത്തിനകം റിസ്ക് ഫണ്ടിൽ ചേരണം. ചേർന്നില്ലെങ്കിൽ രജിസ്ട്രാർ നിങ്ങൾക്ക് ലോൺ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം തടയും. അങ്ങനെ തടഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ ലോൺ കൊടുത്ത് തുടങ്ങിയാൽ 5,000 രൂപ പിഴ ഈടാക്കും. ഇതും കൂടി നമ്മുടെ 57D എന്ന് പറയുന്ന റിസ്ക് ഫണ്ട് സ്കീമിൽ ആ സെക്ഷനിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആകെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആ സെക്ഷനകത്ത്. അപ്പോൾ 57D പഠിക്കണം. 57A ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചെറുതായിട്ട് അറിയണം. 57A വ്യക്തമായിട്ട് വേറെ പഠിക്കണം. പക്ഷെ 57Aയുടെ ഒരു ഭാഗമായതുകൊണ്ട് ചെറുതായിട്ട് അറിഞ്ഞു വേണം 57D പഠിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിലുള്ളതെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും എല്ലാം ആ സ്കീമിൽ നിന്ന് എന്തായാലും ചോദിക്കുകയാണോ? അപ്പം ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട്സ് നോക്കുക. റിസ്ക് ഫണ്ട് സ്കീം ഷാൽ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, റിസ്ക് ഫണ്ട് എന്ന് പറയുന്ന അതിനുവേണ്ടി ബോർഡില്ല. അത് കൈകാര്യം ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡാണ്. അത് വെൽഫെയർ ഫണ്ട് സ്കീമാണ്. അതുമൂലം ഉണ്ടാക്കുന്ന ഫണ്ടാണ് വെൽഫെയർ ഫണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ബോർഡാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ്. അപ്പം റിസ്ക് ഫണ്ടിന് പ്രത്യേകിച്ച് ബോർഡില്ല എന്ന് ഓർക്കുക. ഒരു പോയിന്റ്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് ഫണ്ട് പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതാകുമ്പോൾ അത് പറയുന്നത് സെക്ഷൻ 57A ആണ്.
57A കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീമും ആണ്. ആ 57A എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട 2 ജോലി, ആ 2 മെയിൻ സ്കീം കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ്, ഒന്ന് റിസ്ക് ഫണ്ടാണ്, അവർ റിസ്ക് ഫണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. 2 വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ സ്കീം നടപ്പിലാക്കുകയായിരുന്നു. അതിനോടൊപ്പം ഒരു ജോലിയും കൂടെ കൊടുത്തു, ദാറ്റ് ഈസ് റിസ്ക് ഫണ്ട് നടപ്പിലാക്കേണ്ടതും അവരുടെ ജോലിയാണ്. അപ്പം കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം ഉണ്ടാക്കണം. അതാരാ? ഗവൺമെൻറ്റാണ് ഉണ്ടാക്കേണ്ടത്. റൂൾ ഉണ്ടാക്കുന്ന ആരാ? ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ സ്കീം ഉണ്ടാക്കേണ്ട ആരാ? ഗവൺമെൻറ്. അതെന്ത് ചെയ്യണം? ഗസറ്റിൽ കൊടുക്കണം. ഗസറ്റിൽ പരസ്യം ചെയ്തുകൊണ്ട് വേണം അത് നടപ്പിലാക്കാൻ. അതാണ് ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എറ്റ് സ്കീം ടു ബി കാൾഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ആസ് പെർ സെക്ഷൻ 57A. അതും പ്രകാരം ഉണ്ടാക്കുന്ന പദ്ധതികൾ അതിൽ പഠിക്കും. ഇത് പറയാൻ കാരണം റിസ്ക് ഫണ്ട് അവർ ആയതുകൊണ്ടാണ്. ഇത് പറയാതെ റിസ്ക് ഫണ്ട് ഇന്ന സ്ഥാപനത്തിൻ്റെ കയ്യിലാന്ന് വെച്ചാൽ ആ സ്ഥാപനം എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കാൾഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് അതുണ്ടാക്കും. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ജോലി എന്തായിരുന്നു? പ്രധാനമായിട്ട് അവരുണ്ടാക്കിയ റിസ്ക് ഫണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയല്ല, പേയ്മെൻറ്റ് ഓഫ് ഗ്രാൻറ്റ് ഓർ ലോൺസ്, ഗ്രാൻറ്റ് ഓർ ലോൺസ്, അതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നിങ്ങളെ വരുന്നേ ഉള്ളൂ. ഈ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഇഷ്യൂ ഗ്രാൻറ്റ് ബി ലോൺസ്, ഗ്രാൻറ്റ് ഓർ ലോൺസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഗ്രാൻറ്റ് ഓർ ലോൺസ് ആണ് ആൻസർ. എന്തിനു വേണ്ടി ആ ഗ്രാൻറ്റ് ലോൺ കൊടുക്കുന്നത്? കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് കൊടുക്കുന്നത്, ലോണോ ഗ്രാൻറ്റോ കൊടുക്കുന്നത് സേഫ് ഗാർഡിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റിയുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. ആ ഫണ്ടിൽ നിന്ന് റിസ്ക് ഫണ്ടല്ല. റിസ്ക് ഫണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ജോലി അതാണ്, സേഫ് ഗാർഡിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. ഏതിൽ നിന്ന്? എഗൻസ്റ്റ് ദ ലോസ് ഓർ ഡാമേജ് ഓഫ് ദ അസറ്റ് ആൻഡ് പ്രോപ്പർട്ടി. സംഘത്തിൻ്റെ അസറ്റോ പ്രോപ്പർട്ടിക്കോ ലോസോ ഡാമേജോ ഉണ്ടാകുന്നതിൽ നിന്നും അതിന് അവർക്ക് സംരക്ഷണം കൊടുക്കുക. എന്ത് ചെയ്തിട്ടും ഡെസ്പൈറ്റ് റീസണബിൾ പ്രിക്കോഷൻ ടു ബി പ്രിവെൻറ്റ് സച്ച് ലോസ് ഓർ ഡാമേജ്, അവരുടേതായ അവർക്ക് ഒക്കുന്ന രീതിയിലൊക്കെ അത് ആ സംഘത്തിൻ്റെ അസറ്റോ പ്രോപ്പർട്ടിയോ നഷ്ടപ്പെടാതിരിക്കാൻ അവരെ കൊണ്ടാകുന്നൊക്കെ ചെയ്തതാണ് സംഘത്തിനെ കൊണ്ട്. എന്നിട്ടും നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ എങ്കിലേ സഹായിക്കും. അല്ലാതെ പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റിക്കാരും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് വെൽഫെയർ ഫണ്ട് തരാം, കോപ്പറേറ്റീവ് തരാൻ കിട്ടത്തില്ല. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടെന്ന് പറയുന്ന പോലെ, തൻ്റേതല്ലാത്ത കാരണം കൊണ്ടില്ല വിവാഹമോചനം നേടുന്ന ആൾ വധുവിനെ ചേർക്കുന്നു, വരനെ അന്വേഷിക്കുന്നു പറയുന്ന പോലെ സംഘത്തിൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സംഘത്തിന് ഗ്രാൻറ്റും ലോണും കൊടുക്കാനാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത് തന്നെ, അതായത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് പ്രൊവൈഡ് ലോൺസ് ഓർ ഗ്രാൻറ്റ് ഫോർ, അതാണ് ഇതൊരു ചോയ്സായിരുന്നു. അങ്ങനെ 4 ചോയ്സ് വരും വലുതായിട്ട്. പിന്നെ യൂട്ടിലൈസ് ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് സൊസൈറ്റീസ്, സംഘത്തിൻ്റെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘത്തിന് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ പണം വേണമെങ്കിൽ അതിനും കൊടുക്കും. ഇത് രണ്ടുമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. അതിനോടൊപ്പമാണ് ഇപ്പോൾ റിസ്ക് ഫണ്ടിൻ്റെ ചുമതലയും കൂടി ഏറ്റതെന്ന് പറഞ്ഞത്. അപ്പം ഇത് രണ്ടും വെൽഫെയർ ഫണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ജോലി ഇതിലായിരുന്നെങ്കിൽ ഒരു ജോലിയും കൂടെ ഏൽപ്പിച്ചതാണ് റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് നമുക്ക് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ടിനെ പറ്റി പഠിക്കാൻ. അതിൽ സെക്ഷനിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞു, സ്കീമിലേക്ക് നമ്മൾ കടന്നില്ല. 57D ആണ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. റിസ്ക് ഫണ്ട് സ്കീം വാസ് കെയിം ടു ഫോഴ്സ് ഓൺ 2000. ഇത് ഫണ്ട് 2008 ആണ് വന്നത്, 2008-09 ആണ്. ഇതിന് ദിസ് ഫണ്ട് ഈസ് നോൺ ആസ് റിസ്ക് ഫണ്ട് ഓർ ഡെറ്റ് റിലീസ് സ്കീം എന്നും പറയാറുണ്ട്. കാരണം ഇത് കടമെടുത്ത ആൾ
മരണപ്പെട്ടു പോയി കഴിയുമ്പോൾ ആ കടത്തിനൊരാശ്വാസം കൊടുക്കുന്ന പദ്ധതിയും കൂടിയാണ്. അതും ഇതിനെ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാറുണ്ട്. റിസ്ക് ഫണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരാൾ ലോൺ എടുത്ത ആളിനുണ്ടാകുന്ന മരണപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ പിന്മുറക്കാർക്കുണ്ടാകുന്ന ബാധ്യത, അതിൽ നിന്ന് ആ കടത്തിൽ നിന്ന് അവർക്ക് റിലീഫ് ഉണ്ടാക്കുക. മരണപ്പെട്ട ആളിനല്ല റിലീഫ്, അദ്ദേഹം മരണപ്പെട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന റിസ്ക്, അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസത്തിൽ നിന്ന് ഒരു പരിധിവരെ ആശ്വാസം കൊടുക്കുന്നതായതുകൊണ്ടാണ് ഡെറ്റ് റിലീഫ് എന്നും ഇനി അറിയപ്പെടുന്നുണ്ട്. അതാണ് ഈ ഫണ്ടിൻ്റെ പേര്. ഞാൻ പറഞ്ഞതാണ്, ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കാൾഡ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. അങ്ങനെ സ്കീം ഉണ്ടാക്കുന്നതിന് എല്ലാ നിയമത്തിലും ഏത് സെക്ഷനാണെങ്കിലും അതിലെല്ലാം സർക്കാരിൻ്റെ സ്കീം ഉണ്ടാക്കാൻ അവകാശമുണ്ടെന്നായിരിക്കും സെൻറ്റൻസി പറയുന്നത്. അത് 57A ബിയിലും സിയിലും ഡിയിലും ഇയിലും നമ്മൾ പെൻഷൻ സ്കീമിൻ്റെ പറയുമ്പോൾ അവിടെയും പറയുന്നുണ്ട്, ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കാൾഡ് പെൻഷൻ. അതുകൊണ്ട് അതിൻ്റെ റൂള് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും പറയുന്നു, ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കാൾഡ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം ആസ് പെർ സെക്ഷൻ 57A(d). ഇതിലെ പ്രധാനപ്പെട്ട ജോലി, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? റിസ്ക് ഫണ്ട് സ്കീം ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫണ്ട് ഫോർ ദ മീറ്റിംഗ് ദ ലോൺ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ്. മെമ്പർമാരുടെ ലോൺ ലയബിലിറ്റി ആദ്യകാലത്തെ മരണപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു. മരണപ്പെട്ട് പിന്നീടാണ് അസുഖമുള്ളവർക്കും തുക വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്ത പിന്നീടാണ്. അപ്പം അതുകൊണ്ട് ലോൺ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഹൂ അവൈൽഡ് ലോൺ ഫ്രം ദ സൊസൈറ്റി, സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത മെമ്പർമാരുടെ ലയബിലിറ്റി ആൻഡ് ഡൈഡ് വിതിൻ ദ റീപേയ്മെൻറ്റ് പീരീഡ്, ആ റീപേയ്മെൻറ്റ് പീരീഡിൽ മരണപ്പെട്ടു പോകുന്ന ലോൺ എടുത്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത ആൾക്കാർക്ക് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ, അവരുടെ ബാധ്യത പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫണ്ടാണ് റിസ്ക് ഫണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ, ലോൺ എടുത്തിട്ട് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, ലോൺ പീരീഡിൽ മരണപ്പെട്ടു പോകുന്ന ആളിന് അവൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് ഒരു പരിധിവരെ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഫണ്ടാണ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട്. ഇവിടെ നിയമത്തിൽ ഡൈഡ് വിതിൻ ദ റീപേയ്മെൻറ്റ് പീരീഡ് എന്നാണ് നിയമത്തിലെങ്കിലും സ്കീം ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. പദ്ധതി ആദ്യമല്ല, കാലാകാലങ്ങളിൽ സ്കീമിൽ ഒരുപാട് അമെൻമെൻറ്റ് വരുത്തി പുതിയ രീതി വന്നപ്പോൾ വിതിൻ ദ റീപേയ്മെൻറ്റ് പീരീഡ് എന്നുള്ളതിൻ്റെ മാറ്റം വന്നു. ഡൈഡ് ഉള്ളി മാത്രമേ ഉള്ളൂ എന്നുള്ളത് മാറ്റം വന്നു. അതൊക്കെ നമ്മൾ സ്കീമിലൂടെ പഠിക്കുക. ഏതായാലും നിയമം ഇങ്ങനെയാണ്, ഓർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു, എ സൊസൈറ്റി ഫെയിൽ ടു എൻറോൾ റിസ്ക് ഫണ്ട് സ്കീം ഹാവിങ് നോ റൈറ്റ് ടു ഇഷ്യൂ ലോൺസ് ടു മെമ്പേഴ്സ്. അതിൽ ചേരാത്ത ഒരു സംഘവും, 2013 അമെൻമെൻറ്റ് വന്നത്, ഈ പോയിന്റ് വന്നത്, ഒരു സംഘവും not to issue loans to general public and registrar shall competent to issue prohibition order. പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിക്കും. അങ്ങനെ ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് മുമ്പേ സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിനോട് കാരണം ചോദിക്കും. നിങ്ങൾക്കതിൽ പറയാനുണ്ടെങ്കിൽ പറയാം, അങ്ങനെ ഈ പ്രൊഹിബിഷൻ ഓർഡർ ഇറക്കുന്നതിന് മുൻപ്. അപ്പോൾ ഏതായാലും രജിസ്ട്രാർ, അത് നമ്മുടെ തിയറി ആയിട്ട് നമുക്ക് എസ് ഒന്നും അല്ലാത്തതുകൊണ്ട് അതൊന്നും പറയേണ്ടത്, നമുക്കറിയേണ്ടത് who is the authority to prohibit the order, issue prohibition order, that is the registrar. എന്നാൽ പ്രൊഹിബിഷൻ ഓർഡർ കൊടുത്തതിന് ശേഷവും വയലേറ്റ് ചെയ്ത ഓർഡർ ആൻഡ് ദ സൊസൈറ്റി ഇഷ്യൂ ലോൺസ് ടു പബ്ലിക്, any society violate the prohibition order, the registrar shall competent to demand a sum of rupees 5,000 penalty. 5,000 രൂപ പെനാൽറ്റി ആയിട്ട് അടിക്കും. ഇത് നിങ്ങൾക്കല്ല, ഈ അടുത്ത എക്സാം ബോർഡിൻ്റെ ഈ അടുത്ത സമയത്ത് ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചായിരുന്നു, എത്ര രൂപയാണ് പെനാൽറ്റി. ആ പെനാൽറ്റി 2 ആഴ്ചക്കകം അടയ്ക്കുകയും ചെയ്യണം. ഈ 5,000 രൂപ പിഴ ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഡർ കിട്ടി പിഴ തുക 2 ആഴ്ചക്കകം സംഘത്തിൽ ഈ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും ചെയ്യണം. അതാണ്
ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 2 ആഴ്ചക്കകം ഈ പെനാൽറ്റി അടച്ചിരിക്കണം. ഇനി നമുക്ക് ആ സ്കീമിനെ പറ്റി പറയുമ്പോൾ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത്, റിസ്ക് ഫണ്ട് സ്കീം എന്ന് വന്നു 2008 കൂടാതെ 2013 അമെൻമെൻറ്റ് വന്ന് പെനാൽറ്റി അടിക്കാൻ തീരുമാനിച്ചു 5000 രൂപ, അത് ചോദിച്ചിട്ടുള്ളതാണ്. റിസ്ക് ഫണ്ട് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡാണ്. ആ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ആ ബോർഡിന് തന്നെ ഒരു ചെയർമാനും കുറച്ച് കേരള ബാങ്ക് പ്രസിഡൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പ്രസിഡന്റ്, അവരൊക്കെ കമ്മിറ്റിക്കാരും രജിസ്ട്രാറും ഒക്കെ കമ്മിറ്റി അംഗങ്ങളായിട്ടൊരു ബോർഡുണ്ട്. നേരത്തെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോർഡുണ്ട്. ആ ബോർഡാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ്. അവർ തന്നെയാണ് ഇതിൻ്റെ നയിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചെയർമാൻ എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ സഹകരണ മന്ത്രി ആരാണോ എപ്പോഴും സഹകരണ മന്ത്രി, അദ്ദേഹമായിരിക്കും. അപ്പോൾ 2008 ഈ സ്കീം നിലവിൽ വരുന്നത്. സ്കീം നടപ്പിലാക്കിയതോടുകൂടിയാണ് ഇത് 18/11/2008, അപ്പോൾ 2008-2009 പീരീഡിലാണ് ഇത് നടപ്പിലാക്കിയത്. റിസ്ക് ഫണ്ട് എന്ന് പറയുന്നത് ലോൺ കൊടുക്കുന്ന സംഘങ്ങൾക്കെല്ലാം ബാധകമാണ്. അതും ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക്. എന്നാൽ എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും ബാധകമല്ല. എല്ലാ വായ്പയ്ക്കും റിസ്ക് ഫണ്ട് ബാധകമല്ല. നിങ്ങൾക്കറിയാം, കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുന്ന സ്വർണ്ണപ്പണയത്തിന് റിസ്ക് ഫണ്ടില്ല. അവരിൽ നിന്ന് റിസ്ക് ഫണ്ടിൻ്റെ പ്രീമിയം ഈടാക്കാറില്ല. ആ സ്വർണ്ണപ്പണയം വെച്ച് ലോൺ എടുത്ത ആൾ റിസ്ക് ഫണ്ട് വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ ആനുകൂല്യം കിട്ടത്തില്ല. അവരെ റിസ്ക് ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന്, FD ലോൺ എടുത്തിട്ടുള്ളവർക്കും റിസ്ക് ഫണ്ട് സ്കീമിൽ ഉൾപ്പെടത്തില്ല. അപ്പോൾ ഒരാൾ FD ലോൺ എടുത്ത ആളിൽ നിന്ന് റിസ്ക് ഫണ്ടിൻ്റെ പ്രീമിയം ഈടാക്കാറില്ല. മാത്രമല്ല, അയാൾ മരണപ്പെട്ടു പോയാൽ ആ റിസ്ക് ഫണ്ടിൽ നിന്ന് കിട്ടത്തില്ല. കാരണം അയാൾ ഡിപ്പോസിറ്റ് അവിടെ കിടപ്പുണ്ട്, അതിൽ നിന്ന് എടുത്തതാണ്. മറ്റേ സ്വർണ്ണപ്പണയം സ്വർണ്ണം അവിടെ ഉള്ളതാണ്. അത് ചോദിക്കുമ്പോൾ വസ്തുവില്ലേ, അതല്ല, അതുപോലല്ല ഇത്. അപ്പം അതുകൊണ്ട് റിസ്ക് ഫണ്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഗോൾഡ് ലോൺ ആൻഡ് FD ലോൺ. അതാണ് ഒരു ഓർക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ റിസ്ക് ഫണ്ട് 70 വയസ്സ് വരെയുള്ളവർക്കേ കിട്ടും. 70 വയസ്സ് കഴിഞ്ഞൊരാളിന് റിസ്ക് ഫണ്ടിൻ്റെ ആനുകൂല്യം, അത് കഴിഞ്ഞാണ് ആ മരണപ്പെടുന്നതെങ്കിൽ ആ ആളിന് റിസ്ക് ഫണ്ടിൻ്റെ ആനുകൂല്യമില്ല. ഇപ്പോൾ 70 വയസ്സെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ദ മാക്സിമം ഏജ് ലിമിറ്റ് ഓഫ് റിസ്ക് ഫണ്ട് ഷാൽ ബി 70 years. നമ്മുടെ ഒരു സഹകരണ സംഘത്തിൽ മെമ്പർ ആകുന്നതിന് എത്രാമത്തെ വയസ്സ് വരെ വേണമെങ്കിലും മെമ്പറാകും. അതിനൊന്നും 18 വയസ്സ് തികഞ്ഞൊരാൾക്ക് ആർക്കും മെമ്പറാകാം എന്ന് നമുക്കറിയാം. അപ്പം മെമ്പറാകുന്ന ലോൺ എടുക്കുന്നതിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എങ്ങും തടയുന്നില്ല. ലോൺ എടുക്കുന്ന കാര്യത്തിൽ മറ്റ് നിയമങ്ങളിൽ തടയുന്നെങ്കിലും നമ്മൾ നിയമത്തിൽ 70 കഴിഞ്ഞ ഒരാൾ ലോൺ എടുക്കരുതെന്നും പറയുന്നില്ല. മെമ്പറാകാം എല്ലാവർക്കും എപ്പോഴും. പക്ഷേ റിസ്ക് ഫണ്ട് 70 കഴിഞ്ഞ ആളിന് കിട്ടത്തില്ല. അപ്പം പിന്നെ ആകെ മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിൽ വയസ്സിൻ്റെ പരിധി പറഞ്ഞേക്കുന്ന യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി മാത്രമേ ഉള്ളൂ. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി മിനിമം പറയുന്നുണ്ട്, മാക്സിമം പറയുന്നുണ്ട്. 45 വയസ്സ് കഴിഞ്ഞ ഒരാളിന് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാകാനൊക്കത്തില്ല. അപ്പോൾ ആകെ ഈ ഏജ് ലിമിറ്റ് അംഗമാകുന്നതിന്, ഇവിടുത്തെ പറഞ്ഞത് അംഗമാകുന്നതിനുള്ള ഏജ് ലിമിറ്റ് പറയുന്ന ഒരേ ഒരു സംഘത്തിനേ ഉള്ളൂ. അത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. 45 വയസ്സ്. നേരത്തെ മെമ്പറായ ആളാണ്, 30ാമത്തെ വയസ്സിൽ മെമ്പറായതാണ്. ഇങ്ങനെ പ്രായം ഇപ്പം 45 കഴിഞ്ഞെങ്കിൽ അയാൾക്ക് 45 കഴിഞ്ഞാൽ അയാളെ നോമിനൽ മെമ്പർ ആക്കി മാറ്റും. 45 കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ മെമ്പർഷിപ്പ്, യഥാർത്ഥ മെമ്പർഷിപ്പ് നിലനിൽക്കത്തുമില്ല. 45 കഴിഞ്ഞ ഒരാളിന് പുതുതായിട്ട് മെമ്പർ ആകാനും പറ്റത്തില്ല. ആ ലിമിറ്റ് ഉണ്ട്. ഇവിടെ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വരെ റിസ്ക് ഫണ്ട് കിട്ടും. പിന്നെ റിസ്ക് ഫണ്ടിൻ്റെ പരിധി എന്ന് പറയുന്നത്, പരമാവധി ഒരാൾക്ക് കിട്ടാവുന്ന റിസ്ക് ഫണ്ട്, ഒരു ലോണിന് കിട്ടാവുന്ന റിസ്ക് ഫണ്ട് 3 ലക്ഷം രൂപയാണ്. അപ്പോൾ
ഈ പുതുതായിട്ട് പിന്നെ നമ്മുടെ നിയമം ഭേദഗതി ചെയ്തതാണ്. സ്കീം ആദ്യം കൊണ്ടുവന്ന സ്കീം അല്ല ഇപ്പോൾ ഉള്ളതൊന്നും. ഇപ്പോഴത്തെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. അത് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് വരുന്ന ഒരാളിനും അയാൾക്കും 1.25 ലക്ഷം വരെ കൊടുക്കും. അപ്പം മരണപ്പെട്ടാൽ 3 ലക്ഷവും സീരിയസ് ഡിസീസ് ഉള്ളവർക്ക് 1.25 ലക്ഷവുമാണ് കിട്ടുന്നത്. സീരിയസ് ഡിസീസ് ഉള്ള ആളെ 1.25 ലക്ഷം രൂപ കിട്ടിയ ആളെ അത് കഴിഞ്ഞ് മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ആ വാങ്ങിച്ചതിൻ്റെ ബാക്കിയേ കിട്ടത്തുള്ളൂ. ഈ 3 ലക്ഷമാണല്ലോ മരണപ്പെടുമ്പോൾ കിട്ടുന്നത്. ഈ 1.25 വാങ്ങിച്ച ആൾ ഒരു 10 കൂട്ടം പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് പറയുന്നത്. കിഡ്നിയുടെയും ഹാർട്ടിൻ്റെയും ലിവറിൻ്റെയൊക്കെ പല 10ഓളം അസുഖങ്ങളെ പറ്റി പറയുന്നത്. ആ അസുഖമുള്ളവർക്കാണ് ഈ 1.25 ലക്ഷം രൂപ കിട്ടുന്നത്. ആ ആള് ആ 1.25 ലക്ഷം വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞ് ലോണുള്ളപ്പോൾ തന്നെ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് 3 ലക്ഷത്തിൻ്റെ 1.25 ബാക്കിയായ 1.25 ലക്ഷം രൂപ പിന്നെ കിട്ടത്തുള്ളൂ. അപ്പം ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പം 3 ലക്ഷം രൂപയാണ് മാക്സിമം. ലോൺ ബാലൻസ് നിൽക്കുന്നതോ 3 ലക്ഷം, ഏതാണോ കൂടുതൽ അതാണ്, ഏതാണോ കുറവ് അതാണ്. അപ്പം ലോൺ ബാക്കി നിൽക്കുന്ന അടച്ചടച്ച് വന്ന് 2 ലക്ഷമേ ഉള്ളൂ ബാലൻസ് എങ്കിൽ അയാൾക്ക് 3 ലക്ഷം കിട്ടത്തില്ല, അയാൾക്ക് 2 ലക്ഷം കിട്ടും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഓർ 3 lakhs whichever is less. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 6 ലക്ഷം വന്നിരിക്കട്ടെ, അങ്ങനെയുള്ളവർക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഓർ 3 lakhs whichever is less അവർക്ക് 3 ലക്ഷം കിട്ടും. അപ്പം ഒരു വായ്പയ്ക്ക് ലഭിക്കുന്ന പരമാവധി 3 ലക്ഷമാണ്. അല്ലെങ്കിൽ ബാക്കി നിൽപ്പ് എത്രയാണോ അതാണ്, whichever is less ആണ്. അപ്പോൾ മാക്സിമം എമൗണ്ട് ഓർ റിസ്ക് ഫണ്ട് ഈസ് 3 lakhs when ലോണി വാസ് ഡൈഡ് ആൻഡ് 1.25 lakhs ഇൻ കേസ് ഓഫ് സീരിയസ് ഡിസീസ് എന്നാണ്. അപ്പോൾ ഒരു വായ്പയ്ക്ക് കിട്ടുന്നതാണ് 3 ലക്ഷം. ഒരാൾ ഒന്നിലധികം വായ്പ എടുത്തിട്ടുണ്ട്, ഒരു സംഘത്തിൽ നിന്നോ വ്യത്യസ്ത സംഘങ്ങളിൽ നിന്നോ. ഏത് ലോൺ എടുത്താലും അപ്പോഴെല്ലാം ആ ലോണിനെല്ലാം റിസ്ക് ഫണ്ട് പ്രീമിയം അടയ്ക്കണം. 2 ലക്ഷം രൂപ ലോൺ എടുത്തു, അതിൻ്റെ പ്രീമിയം അടച്ചു. അത് തിരിച്ചടച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ലോണും കൂടി അയാൾ ആ സംഘത്തിൽ നിന്നോ മറ്റേതെങ്കിലും സംഘത്തിൽ നിന്നോ ഒരു 3 ലക്ഷം കൂടി എടുത്തു, അതിൻ്റെയും പ്രീമിയം അടച്ചു. വേറൊരു സംഘത്തിൽ നിന്ന് വേറൊരു ലോൺ എടുത്തു, അതിൻ്റെയും പ്രീമിയം അടച്ചു. ഏത് ലോൺ എടുത്താലും അതിൻ്റെ പ്രീമിയം അയാൾ റിസ്ക് ഫണ്ടിൽ ചേരണം. ആ 3 ലോൺ എടുത്ത ആള് മൊത്തത്തിൽ ഒരിടത്തുനിന്ന് 2, ഒരിടത്തുനിന്ന് 3, ഒരിടത്തുനിന്ന് 4 എടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ മൊത്തം അയാൾ 2, 3, 5, 9 ലക്ഷം രൂപ വിവിധ സംഘങ്ങളിൽ നിന്ന് 3 ലോൺ എടുത്തിട്ടുണ്ട്. അയാൾ മരണപ്പെട്ടു പോയാൽ ലോണി ഡൈഡ് ഹി ഹാസ് നമ്പർ ഓഫ് ലോൺസ്, എത്ര ലോൺ ഉണ്ടായാലും അയാൾക്ക് പരമാവധി കിട്ടുന്ന റിസ്ക് ഫണ്ടിൻ്റെ തുക എത്രയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ലോണിന് 2 ലക്ഷം ഉണ്ട്, അയാൾക്ക് 2 ലക്ഷമോ ബാക്കി നിൽപ്പോ ഏതാണോ കൂടുതൽ അതാണ് കുറവ്. അപ്പോൾ 2 ലക്ഷം അതിന് കിട്ടുമെന്നിരിക്കട്ടെ. രണ്ടാമത്തെ 3 ലക്ഷം അടച്ചിട്ടുണ്ട്, 3 ലക്ഷം ലോണാണ്, അയാളൊന്നും അടച്ചില്ല, കുടിശ്ശികയില്ല, തുടങ്ങിയതേ ഉള്ളായിരുന്നു, അപ്പം അതിന് 3 ലക്ഷം കിട്ടും. മൂന്നാമത്തേതിന് 4 ലക്ഷം ഉണ്ട്, അയാൾ അതും ഒന്നും അടച്ചില്ലായിരുന്നു, തുടങ്ങിയതേ ഉള്ളൂ, അപ്പം അതിന് 3. ഇപ്പോൾ റിസ്ക് ഫണ്ടിൽ നിന്ന് 2 ആദ്യത്തേത്, രണ്ടാമത്തെ 3 × 5, അടുത്ത 8 കിട്ടത്തില്ല. എത്ര ലോൺ എടുത്താലും ഒരു ലോണിക്ക് പരമാവധി കിട്ടാവുന്ന റിസ്ക് ഫണ്ട് 6 ലക്ഷം രൂപയായിരിക്കും. അതാ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ 3 ലക്ഷം മാക്സിമം എഴുതി വെക്കരുത്. എനി നമ്പർ ഓഫ് ലോൺസ് ടേക്കൺ ബൈ ദ ലോണി, ദ മാക്സിമം എമൗണ്ട് ഓഫ് റിസ്ക് ഫണ്ട് ഷാൽ ബി 6 lakhs ആണ്. അപ്പം ചോദിക്കരുത് ഓരോ ലോണിനും 3 ലക്ഷം വെച്ചല്ലേ പരമാവധി കിട്ടേണ്ടത്, ആ 3നും ഞാൻ റിസ്ക് ഫണ്ട് പ്രീമിയം അടച്ചാണല്ലോ, പിന്നെന്താ ഇങ്ങനെ? നമ്മുടെ സ്കീം പ്രകാരം
എത്ര ലോൺ എടുത്താലും അയാൾ മരണപ്പെട്ടു പോയാൽ എല്ലാം കൂടെ കിട്ടാവുന്നത് 6 ലക്ഷമാണ്. അതാണ് ഈ 6 ലക്ഷം. മാക്സിമം എമൗണ്ട് ഷാൽ നോട്ട് എക്സീഡ് 6 lakhs എനി നമ്പർ ഓഫ് ലോൺ ടേക്കൺ ബൈ ദ മെമ്പർ. എത്ര ലോൺ എടുത്താലും പരമാവധി. പക്ഷെ ഇത് വിചാരിച്ചുകൊണ്ട് എല്ലാ ലോണിനും കുറച്ച് ലോണിന് റിസ്ക് ഫണ്ടിൽ ചേരാം അങ്ങനെയല്ല. എല്ലാ ലോൺ എടുക്കുമ്പോഴെല്ലാം റിസ്ക് ഫണ്ടിൽ ചേർന്നിരിക്കണം. അതാണ് 6 ലക്ഷം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ റിസ്ക് ഫണ്ടിൻ്റെ സെക്ഷൻ ചോദിക്കുമ്പോൾ എഴുതണം. ഇതെന്ന് നടപ്പിലാക്കി എന്നുള്ളത് ഓർത്ത് വെക്കണം. ഏതൊക്കെ ലോണിന് ബാധകമല്ല എന്ന് ചോദിക്കുമ്പോൾ കുറച്ചേറെ ലോൺ തരുമ്പോൾ നമ്മൾ ഈ ഗോൾഡ് ലോണും പിന്നെ ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് FDLും ഇല്ല എന്നറിയണം. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് 3 ലക്ഷവും 1.25 ലക്ഷവുമാണ്. മറ്റൊന്ന് 6 ലക്ഷം വരെ ആകെ കിട്ടാവുന്ന 6 ലക്ഷമാണ്. പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യമായിട്ട് കാണുമാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ചോദിക്കുകയാണ്. ലോണി ഗെറ്റ് 1.25 lakhs ഫ്രം സീരിയസ് ഡിസീസ് ഫ്രം റിസ്ക് ഫണ്ട് ഓൺ 1/2/2025 എന്നോ ഹി ഡൈഡ് ഓൺ 2/5/2025 ഇതാ റിസ്ക് ഫണ്ട് ഗെറ്റ് ദാറ്റ് ലോണി ഷാൽ ബി ഡാഷ് എന്ന് ചോദിച്ചാൽ 3 lakhs എന്ന് കാണും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പ്രാക്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനകത്തിലാണ് 1.25 ലക്ഷം രൂപ ഇത്രാം തീയതി കിട്ടിയതാണ്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അയാൾ മരണപ്പെട്ടു പോയി. അയാൾക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ ലോൺ എമൗണ്ട് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് 3 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ പരമാവധി 3 ലക്ഷം വരെ ആയതുകൊണ്ട് 1.25 ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ്. ബാക്കിയുള്ള 1.75 lakhs എന്നായിരിക്കും ആൻസർ. അത് കുറച്ചുകൂടെ നമ്മുടെ ഈ എക്സാം ബോർഡിൻ്റെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊന്നും അത്ര ഡീറ്റെയിൽഡ് ചോദ്യങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആകുന്നുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ എഴുതാൻ ബാധ്യസ്ഥരാകുമ്പോൾ അവിടെയാണ് ആ ക്വസ്റ്റ്യൻ്റെ അതറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. പിന്നെ 6 ലക്ഷവും അറിഞ്ഞു വെക്കണം. അപ്പം ലോണിൻ്റെ നമ്പർ പറയും. എ ലോണി ടേക്ക് 5 lakhs ലോൺ ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ X, 2 lakhs ഫ്രം കോപ്പറേറ്റീവ് ലിമിറ്റഡ് നമ്പർ Y. അങ്ങനെ ABCO അല്ലെങ്കിൽ XYZ പറഞ്ഞ് 3 സംഘം പറഞ്ഞു. 3 കൂടെ മൊത്തം 15 ലക്ഷം രൂപ എടുത്തലാണ്. മരണപ്പെട്ടാൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പം ആദ്യത്തെ അടുത്ത് 3, രണ്ടാമത്തെ 3, മൂന്നാമത്തെ 3 ചേർത്ത് 9 എന്ന് എഴുതി വെക്കുക ആൻസർ. അപ്പം അത് തെറ്റാണ്. അതിനകത്ത് ഈ ആൻസർ 6 എന്ന് എഴുതേണ്ടി വരുമ്പോഴാണ് അവിടെയാണ് ഈ ഇങ്ങനെയുള്ള പരീക്ഷയ്ക്കുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ പരിചിതരായിട്ടുള്ളവർക്ക് ചോദിക്കുന്ന പ്രൊമോഷൻ എന്ന് വെച്ചാൽ നിങ്ങളിപ്പം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരെന്ന് പഠിച്ചിട്ടൊന്നും ബാങ്കിൽ ഒരു കാര്യവും ചെയ്യാനില്ല. അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം അറിഞ്ഞിട്ടൊന്നുമല്ല നമുക്ക് കൂടുതൽ. നമുക്കറിയേണ്ടത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ചിലപ്പോൾ അങ്ങനെ പ്രാധാന്യം കൊടുത്തിടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. മറ്റൊരു കാര്യം, ഈ കുടുംബശ്രീ അതുപോലെ തന്നെ SHG അല്ലെങ്കിൽ ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് അങ്ങനെ കൂട്ടായിട്ടെടുക്കുന്ന ലോണിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും എനിവൺ ഓഫ് ദ ലോണി ഡൈഡ്, ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയാൽ, ഏതെങ്കിലും ഒരാൾക്ക് ഡിസീസ് വന്നു പോയാൽ, നേരത്തെ നമ്മുടെ നിയമത്തിൽ സ്കീമിലുണ്ടായിരുന്നത് അത് അയാൾക്ക് മൊത്തമോ ഭാഗികമായോ കൊടുക്കാം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇപ്പം ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. പ്രൊപ്പോർഷനായിട്ടേ കൊടുക്കത്തുള്ളൂ. എന്നുവെച്ചാൽ 6 പേരാണ് ലോൺ എടുത്തതെങ്കിൽ 3 ലക്ഷം രൂപ എടുത്തതെങ്കിൽ 6 പേര് ചേർന്ന് 3 ലക്ഷം എടുത്തെങ്കിൽ ഒരാളാണ് മരണപ്പെട്ടു പോയതെങ്കിൽ 50,000 കിട്ടും. അപ്പോൾ ആ 6 പേർക്കൂടെ കിട്ടാവുന്നത് 50 അങ്ങനെ 3 ലക്ഷമാണ് കിട്ടേണ്ടത് പരമാവധി. അപ്പോൾ പ്രപ്പോർഷനായിട്ട് മാത്രമേ 6 പേരിൽ ഒരാൾ മരിച്ചാൽ
ആ മരിച്ച ആളിൻ്റെ ആനുപാതികമായ 3 ലക്ഷമാണെങ്കിൽ 50,000 കിട്ടും. അതാണ് ജോയിന്റ് ലയബിലിറ്റിയുടെയും, അതാണ് പ്രപ്പോർഷനേറ്റ്. ഇൻ കേസ് ഓഫ് ലോൺസ് ലൈക്ക് SHG, JLG, കുടുംബശ്രീ ഓർ ജോയിന്റ് ലോൺസ്, ദ റിസ്ക് ഫണ്ട് ഇഷ്യൂഡ് ഓൺ പ്രപ്പോർഷനേറ്റ്. നിങ്ങൾക്കറിയാം, ആദ്യം 1 ലക്ഷം, പിന്നെ 1.5 ലക്ഷം, 2 ലക്ഷം, ഇങ്ങനെ ആക്കി ഇപ്പോഴാണ് 3 ലക്ഷം ആക്കിയത്. ആ 3 ലക്ഷം ആക്കിയത് 11/10/2022 മുതലാണെന്നൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം എന്നുള്ളതേ ഉള്ളൂ. അത് വലിയ കാര്യമില്ല. വീണ്ടും ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ പരീക്ഷ ആകുന്നതിന് മുമ്പ് തന്നെ എളുപ്പം അല്ലെങ്കിൽ ഏതായാലും 3 ലക്ഷം എന്നുള്ളത് ഓർത്ത് വെക്കുക. ജസ്റ്റ് നേരത്തെ ഇതില്ലായിരുന്നു നിങ്ങൾക്കറിയാം, അതിപ്പം 3 ലക്ഷം ആക്കിയിട്ട് ഉള്ളത് ഈ ഡേറ്റ് മുതലാണ്. ഇപ്പം 70 വയസ്സ് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നുള്ളത് അതൊക്കെ ന്യായമായ ചില പൊതുവായ ധാരണയുടെ പുറത്താണ്. പക്ഷേ വേറെ ഒരു പ്രശ്നമുണ്ട്. ഈ ലോൺ എടുത്ത ആൾ മരണപ്പെട്ടു പോകുന്നത് എന്നായാലും ആ മരണപ്പെട്ട തീയതിക്ക് അയാൾ മരിച്ചുപോയാൽ അയാൾ 6 മാസം കുടിശ്ശികയാണെങ്കിൽ അയാളുടെ ലോണ് എടുത്തിട്ട് അയാൾ അടച്ചിട്ടേ ഇല്ല. ഇപ്പം ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അയാൾ മരണപ്പെട്ടു പോയി, അയാൾക്ക് കിട്ടുകയില്ല. 6 മാസത്തിൽ കൂടുതൽ ഓവർ ഡ്യൂ ആയാൽ, അയാൾ മരിക്കുന്നതിന് മുമ്പ് 6 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയാണെങ്കിൽ അയാൾക്ക് ലഭിക്കത്തില്ല. മറ്റൊരു കാര്യം കൂടെ വന്നിരിക്കുന്നത്, ലോണിൻ്റെ കാലാവധി കഴിഞ്ഞു നേരത്തെ മരണപ്പെട്ടാൽ കിട്ടത്തില്ലായിരുന്നു. ഇപ്പം 5 കൊല്ലത്തേക്ക് ലോൺ എടുത്തു. ഇപ്പം ഒരാൾ ലോൺ എടുത്തേക്കുന്നത് 5 വർഷത്തേക്കാണ്. ഇപ്പോൾ 1/1/2020 ലോൺ എടുത്തതെങ്കിൽ അതിൻ്റെ കാലാവധി 1/1/2025 കഴിയുമെന്നിരിക്കട്ടെ, കണക്ക് കറക്റ്റ് നോക്കണ്ട. അപ്പം 5 കൊല്ലത്തേക്കാ ലോൺ എടുത്തതെങ്കിൽ ഈ പീരീഡിനുള്ളിൽ മരണപ്പെട്ടാലാണ്, കുടിശ്ശികയില്ലാതെ ഇരിക്കുകയാണ് മരണപ്പെട്ടതെങ്കിൽ ബാക്കി നിൽക്കുന്ന തുക എത്രയാണോ അതോ 3 ലക്ഷം രൂപ അതിലേതാണോ ചെറുത് അയാൾക്ക് കിട്ടും. മരണപ്പെട്ട് ആളിൻ്റെ കാര്യത്തിൽ ഈ തുക കിട്ടും. എന്നാൽ ഈ 1/1/2025 അതിൻ്റെ കാലാവധി കഴിഞ്ഞു, അയാൾ മരിക്കുന്നത് 1/2/2025 എങ്കിൽ, കാലാവധി കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ അയാൾക്ക് നേരത്തെ കിട്ടത്തില്ലായിരുന്നു. ഇപ്പം അയാൾക്കും കിട്ടും. ഈ 1/1/2025 മുതൽ 1/6/2025 വരെ ഉള്ളിലാണ് മരിക്കുന്നതെങ്കിൽ അയാൾക്ക് കിട്ടും. അപ്പോൾ ലോൺ ടേം കഴിഞ്ഞ് 6 മാസം കൂടി അയാൾക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നർത്ഥം. അയാളുടെ ഇൻഷുറൻസ് പൈസ അടച്ച കാലഘട്ടം മുതൽ തുടങ്ങുകയും ലോണിൻ്റെ കാലാവധി വരെ നിൽക്കുകയും കാലാവധി കഴിഞ്ഞും 6 മാസം കൂടി അയാളുടെ ഇൻഷുറൻസ് നിൽക്കുന്നു. വേറെ എങ്ങുമേ ഇപ്പോൾ നമ്മളൊരു LIC ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ, ഒരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണെങ്കിൽ 1 കൊല്ലത്തേക്കാണ്. ഇത് ഒരു ചെറിയ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അയാളുടെ ലോണിൻ്റെ കാലാവധി എത്ര കാലമാണോ അത്രയും കാലവും ഇൻഷുറൻസ് ആണ്. അപ്പോൾ അത് 6 മാസം കൂടെ നിൽക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ടേമിന് പിറകിലോട്ട് 6 മാസം കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല. മറ്റേ പറഞ്ഞത് അയാൾ മരിക്കുന്നതിന് മുൻപ് 6 മാസം കുടിശ്ശികയായാൽ കിട്ടത്തില്ല. അത് ലോൺ പീരീഡിൽ തന്നെ മരിക്കുന്ന ആളുടെ കാര്യത്തിൽ അയാൾ 6 മാസം കുടിശ്ശികയാണെങ്കിൽ, ഇനിയും ലോൺ പീരീഡ് കഴിഞ്ഞു മരിക്കുന്ന ആളുടെ കാര്യത്തിലാണെങ്കിൽ 6 മാസത്തിനുള്ളിലാണ് മരിക്കുന്നതെങ്കിൽ അയാൾക്ക് ലോണിൻ്റെ കാലാവധി തീരുന്നതിന് എന്നാണ് അതിന് പുറകോട്ട് 6 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ അയാൾ കാലാവധി കഴിഞ്ഞാൽ മരിച്ചാലും കിട്ടത്തില്ല. അപ്പം ഒന്ന്
പീരീഡിനുള്ളിൽ മരിക്കുന്ന ആളിനെ 6 മാസം കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല. പീരീഡ് കഴിഞ്ഞ് മരിക്കുന്ന ആളിനെ പീരീഡിന് തൊട്ട് മുമ്പ് 6 മാസം കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല. ആ രണ്ടായാലും അപ്പോൾ നമുക്കതിനകത്ത് കൂടുതൽ അറിയേണ്ടത് എല്ലാ 6 മാസത്തിൻ്റെ ഒരു കണക്കായതുകൊണ്ട് ഇൻ കേസ് ഓഫ് പീരീഡ് ഓഫ് ലോൺ എക്സ്പയർഡ് there is no overdue for continued period for 6 months before the term of loan expired. കാലാവധി കഴിയുന്നതിന് തൊട്ട് 6 മാസം മുമ്പ് കുടിശ്ശിക ഉണ്ടായാൽ അയാൾ കാലാവധി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ മരിച്ചാൽ അയാൾക്ക് കിട്ടത്തില്ല. കുടിശ്ശിക ഇല്ലായിരുന്നെങ്കിൽ അയാൾക്കും കിട്ടും. അപ്പം മരണപ്പെട്ട ആളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും പ്രധാനമായിട്ടും ഇങ്ങനെ നിൽക്കുന്നത് കുടിശ്ശികയുടെ കാര്യം വരുന്നത്. എന്നാൽ സീരിയസ് ഡിസീസ് ഉള്ള ആളിന് കുടിശ്ശിക ബാധകമല്ല. അയാൾക്ക് 1.25 ലക്ഷം കിട്ടുന്നതിന് ഈ 6 മാസത്തെ കുടിശ്ശിക പ്രശ്നമല്ല. മരണപ്പെട്ടവളുടെ കാര്യത്തിൽ മാത്രമാണ് കുടിശ്ശിക നോക്കുന്നത്. മറ്റേ ആളുടെ കാര്യത്തിൽ കുടിശ്ശിക പ്രശ്നമല്ല. ഈ 3 ലക്ഷം രൂപ മരിച്ചവർക്കാക്കിയ അതേ ഡേറ്റിൽ തന്നെയാണ് 1.25 ലക്ഷം രൂപ സീരിയസ് ഡിസീസ് ഉള്ളവർക്ക് ആക്കിയത്. ആ ഡേറ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും 10 തരം ക്യാൻസർ, കിഡ്നി ഡിസീസ്, ലിവർ സിറോസിസ് അങ്ങനെയുള്ള 10 തരം അസുഖത്തെ പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ സംഘത്തിനാണ് റിസ്ക് ഫണ്ട് പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്നതെന്നാണ്. അത് ഏത് സംഘത്തിന് പറ്റില്ല എന്നൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് നോട്ട് ഇംപ്ലിമെന്റ് റിസ്ക് ഫണ്ട്? അപ്പം അങ്ങനെ ചോദിക്കുന്ന അവസരത്തിൽ നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം. PACS, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക്, ഇങ്ങനെയായിരിക്കുന്നു ചോദ്യം. അങ്ങനെ വരുമ്പോൾ ഏത് സംഘത്തിനാണ് റിസ്ക് ഫണ്ട് സ്കീമിൽ ഉൾപ്പെടാത്തത്? അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക്. നമുക്കറിയാം, ജനങ്ങൾക്ക് നേരിട്ട് വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞതെങ്കിലും കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക് നേരിട്ട് വ്യക്തികൾക്ക് ലോൺ കൊടുക്കുന്നില്ല. അവർ പ്രൈമറി കാർഡ് ബാങ്കിനെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർ റിസ്ക് ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് പ്രൈമറി കാർഡ് കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിനെ ഒഴിവാക്കുമോ എന്നൊരു സംശയം വരാം. പക്ഷെ അത് ഒഴിവാക്കിയത് പ്രത്യേകിച്ച് അവിടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ഏതൊക്കെ സംഘത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ PACS, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കൂടാതെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്. അത് നമുക്കറിയാം, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, റീജിയണൽ കോപ്പറേറ്റീവ്, ഇതൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന കാർഷിക വായ്പ അല്ലാതെ വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. ഏതുമായിക്കോട്ടെ, പ്രൈമറി ക്രെഡിറ്റ് പ്രാഥമിക ലെവലിൽ പ്രവർത്തിക്കുന്ന വായ്പാ സംഘങ്ങൾ, പ്രത്യേകിച്ച് അപ്പോൾ PACS അതല്ലേ ആണ്, അത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് PACS, പിന്നെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി വരും. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് നേരത്തെ ഉള്ളതാണ് DCB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി കാർഡ് ബാങ്ക് ആൻഡ് അതർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, എനി അതർ ക്രെഡിറ്റ് സൊസൈറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ക്രെഡിറ്റ് സംഘങ്ങളും, സ്റ്റേറ്റ് കാർഡ് ബാങ്ക് ഒഴികെ, അതും ക്രെഡിറ്റ് സംഘം തന്നെയാണ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് തന്നെയാണ്. ഇപ്പോൾ PACSഉം നേരത്തെ DCBയും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും അഗ്രികൾച്ചർ ക്രെഡിറ്റിൻ്റെ 3 ടയറായിരുന്നു. അതുപോലെ തന്നെ പ്രൈമറി കാർഡ് ബാങ്കും സ്റ്റേറ്റ് കാർഡ് ബാങ്കും അഗ്രികൾച്ചർ ക്രെഡിറ്റിൻ്റെ 2 ടയറായിരുന്നു. ഒന്ന് ലോങ് ടേമും മറ്റേ ഷോർട്ട് ടേമും ആണെന്ന് മാത്രം. അതെല്ലാം അഗ്രികൾച്ചർ സെക്ടറിലാണ്. അപ്പം അവരെല്ലാം ഉൾപ്പെടുന്നെങ്കിലും
കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്തത് നമുക്കറിയേണ്ട ഒരു ചോദ്യം, എത്രയാണ് പ്രീമിയം? ഓരോ ലോണിയും അടയ്ക്കേണ്ട തുക അയാൾ എടുത്ത ലോണിൻ്റെ ആനുപാതികമായിട്ടാണ്. ലോണിൻ്റെ ആനുപാതികമായിട്ടെന്ന് വെച്ചാൽ ഓരോ 100 രൂപയ്ക്ക് 70 പൈസയാണ്. അതായത് 0.7, 70 പൈസയാണ്. 100 രൂപയ്ക്ക് 70 പൈസയാണ്. 7% അല്ല, 0.7% ആണ്. അത് മിനിമം 100 രൂപയായിരുന്നു. ചില ബുക്കിലൊക്കെ നിങ്ങൾ 250 കാണും. കാരണം നമ്മുടെ ആദ്യം 100 ആയിരുന്നു, പിന്നീട് ഈ സ്കീമിനെ ഭേദഗതി വരുത്തി മിനിമം 250 ആക്കി. പക്ഷെ പിന്നീടും ഇഷ്യൂ ആയപ്പോൾ വീണ്ടും അത് കുറച്ച് 100 ആക്കി. ഇപ്പം 100 ആക്കി. അപ്പം 250 ആയെങ്കിലും പിന്നെ അമെൻമെൻറ്റ് വരുത്തി 100 ആക്കിയിട്ടുള്ളത് കൊണ്ട് ചില ബുക്കിലൊക്കെ അത് വ്യത്യസ്തമായി കിടക്കും. അത് തുക പോലും വ്യത്യസ്തമായിരിക്കും. ഇപ്പം മിനിമം 100 രൂപ അടയ്ക്കണം. 100 രൂപയ്ക്ക് 70 പൈസ വെച്ച് കണക്ക് കൂട്ടി വരുമ്പോൾ ആ ലോണിന് അടയ്ക്കേണ്ട തുക വെറും 50 രൂപയോ ഉള്ളെങ്കിൽ പോലും 100 രൂപ അടയ്ക്കണം. മാക്സിമം എന്ന് പറയുന്നത് 2000 മിനിമം 100, മാക്സിമം 2000. പിന്നെ 18% GST ഉള്ള സംഘങ്ങൾ GST അടയ്ക്കണം. അതാണ് അടയ്ക്കേണ്ട തുക. 7.7%, ദാറ്റ് ഈസ് 70 പൈസ ഫോർ എവരി 100 rupees എന്ന് മറ്റൊരു രൂപത്തിൽ. മിനിമം 100 ആൻഡ് മാക്സിമം 2000 പ്ലസ് 18% GST. അപ്പം അതാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭാഗങ്ങൾ. ഇതിപ്പോൾ സ്കീമാണ്. ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ഇടയ്ക്ക് തന്നെ ചോദിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇൻറ്ററാക്ഷനിലൂടെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അന്നേരം തന്നെ തീർത്ത് പോകാം. പിന്നെ നമ്മൾ കൂടുതലും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിക്കണം. അപ്പോൾ ഓരോന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലി കൊടുത്തുകൊണ്ട് തന്നെയുള്ള എക്സാമിനേഷൻ പോയിൻ്റ് ആയിരിക്കണം. അതായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങ് ഇപ്പം നമ്മളിതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഒന്ന് തുടങ്ങി വെച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഏതായാലും ഓരോന്നിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാരണം നമ്മൾ ഇപ്പം ചോദിക്കുന്ന അവസരത്തിൽ ഇതെല്ലാം കൂടെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗം ഒന്നായിരിക്കും ചോദിക്കുന്നത്. ഏതാണെന്ന് നമുക്കറിയത്തില്ല. ജസ്റ്റ് ഇതെല്ലാം നിങ്ങൾ കാണാൻ പഠിക്കുകയും ചോദിച്ചാൽ പറ്റുന്ന കാര്യവുമല്ല. പക്ഷെ ഒന്ന് ക്ലാസ്സിൽ കേട്ട് ഒരു ഓർമ്മയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്നിരിക്കുമ്പോൾ ആ ചോയ്സിൽ വെച്ച് നമുക്ക് എഴുതി നേടിയെടുക്കാവുന്നതാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നു. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.